റേക്കുകൾ അനുവദിക്കുന്ന മുറയ്ക്ക് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പുനരാരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അറിയിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് വി.കെ. ശ്രീകണ്ഠൻ എം.പി. നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. പുതിയ റേക്ക് അനുവദിക്കുമ്പോൾ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പുനരാരംഭിക്കണമെന്ന ആവശ്യം പരിശോധിച്ച അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ രേഖാമൂലം മറുപടി നൽകിയതായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. അറിയിച്ചു. 2024 ജൂലൈ അവസാന വാരത്തിൽ യാത്ര ആരംഭിച്ച ഈ ട്രെയിൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിൻവലിച്ചിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ച ഈ ട്രെയിൻ അപ്രതീക്ഷിതമായി പിൻവലിച്ചത് യാത്രക്കാർക്ക് വലിയ നിരാശയുണ്ടാക്കിയതായി വി.കെ. ശ്രീകണ്ഠൻ കത്തിൽ പറഞ്ഞിരുന്നു. ആഴ്ചയിൽ 7 ദിവസവും സർവീസ് നടത്തണമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. കേന്ദ്ര റെയിൽവേ മന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വിമാനത്തിലേതുപോലെ യാത്രാസുഖമുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ 2 കേരളത്തിന് അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്കോ ചെന്നൈയിലേക്കോ ഒരെണ്ണവും ഉത്തരേന്ത്യയിലേക്ക് മറ്റൊരെണ്ണത്തിനുമാണ് സാധ്യത. തീർത്ഥാടന സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി കന്യാകുമാരിയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് മറ്റൊരു ട്രെയിനും കേരളം വഴി അനുവദിക്കാനിടയുണ്ട്. റൂട്ടുകൾ റെയിൽവേ ബോർഡിന്റെ സജീവ പരിഗണനയിലാണ്. ഡിസംബറിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് തുടങ്ങുമെന്നാണ് അറിയുന്നത്. രാജധാനി ട്രെയിനുകളുടെ മാതൃകയിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളായിരിക്കും സ്ലീപ്പർ ട്രെയിനുകളിൽ ഉണ്ടാവുക. സുരക്ഷയുടെയും സൗകര്യങ്ങളുടെയും കാര്യത്തിലും മുന്നിലായിരിക്കും. സുരക്ഷ ഉറപ്പിക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യയും സുഖസൗകര്യങ്ങളും ഒരുമിപ്പിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റുന്നതാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കുന്നത് ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ്. രാജ്യത്താകെ 400 വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. നിലവിൽ വന്ദേ ഭാരത് ചെയർകാർ ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന നിരക്കിലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. രാജധാനി എക്സ്പ്രസിന്റെ നിരക്കാകും അടിസ്ഥാനമാക്കുക. ലോകോത്തര നിലവാരം ഇന്റീരിയറുകളും തീപിടുത്തം തടയുന്നതിന് ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങളും ട്രെയിനിന്റെ പ്രത്യേകതയാണ്. ജീവനക്കാർക്ക് പ്രത്യേക ക്യാബിനും ഒരുക്കിയിട്ടുണ്ട്. ഓരോ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനും 16 കോച്ചുകൾ ഉണ്ടാകും. അവയിൽ 11 AC 3 ടയർ കോച്ചുകൾ, 611 ബർത്തുകൾ, 4 കോച്ചുകൾ സെക്കൻഡ് എസിയും 1 ഫസ്റ്റ് ക്ലാസ് എസിയുമാണ്. ഇവയിൽ യഥാക്രമം 188ഉം 24ഉം ബർത്തുകളുണ്ട്. ഒരു ട്രെയിനിൽ ആകെ 823 ബർത്തുകളാണുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 250 വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ കോച്ചുകൾ ട്രാക്കിൽ ഇറക്കുമെന്നാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രയൽ റൺ ആരംഭിച്ചിട്ടുണ്ട്. സെൽഫ് പ്രൊപ്പൽഡ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകൾ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ മികച്ച സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നവയാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ 160 കിലോമീറ്റർ വേഗതയുള്ള സെമി ഹൈ സ്പീഡ് ട്രെയിനായിരിക്കും. 180 കിലോമീറ്റർ വരെ പരീക്ഷണ ഓട്ടം നടത്തും. 16 കോച്ചുള്ള ട്രെയിനിന്റെ എഞ്ചിൻ ഉൾപ്പെടെ 67.5 കോടി രൂപയാണ് ചിലവ്. സ്വകാര്യ കമ്പനി 120 കോടി രൂപയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന ട്രെയിൻ സെറ്റുകളാണ് അതിന്റെ പകുതി ചിലവിൽ BEML നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.